മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ അറിയേണ്ട കുറച്ച് വാർത്തകളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിച്ചു നീട്ടിക്കൊണ്ട് പോകത്തില്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കാം. പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ള 1000 ഡ്രോണുകൾ ഇപ്പോൾ ഇറാൻ മിലിറ്ററിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇറാൻ ഇൻഡിജിനസ്ലി, അതായത് അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത്തരം വളരെയധികം പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ. 2000 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു ദൂരപരിധി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1500 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇത്തരം ഡ്രോണുകൾക്ക് 2000 കിലോമീറ്റർ ദൂരപരിധി വരുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒരേ സമയം വളരെയധികം ഡ്രോണുകളെയോ അതുപോലെ തന്നെ മിസൈലുകളെയോ ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി അവർക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും അധികം ഡ്രോണുകൾ, അതായത് ഏകദേശം 1000ഓളം ഡ്രോണുകളാണ് ഇപ്പോൾ ഇറാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതും അതിമാരകമായിട്ടുള്ള ഡ്രോണുകളാണ് ഇറാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഇത്തരം വാർത്തകൾ. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി. അദ്ദേഹം ഇറാന്റെ തന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ടുള്ള അമേരിക്കൻ സാന്നിധ്യം കണ്ടെത്തി അവരെ പുറത്താക്കണമെന്നാണ് അദ്ദേഹം ഈ ഒരു കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അത്തരം അനധികൃതമായിട്ട് ഇറാനിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന രീതിയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇറാന്റെ തന്നെ പ്രൈം മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അനധികൃതമായിട്ടുള്ള അമേരിക്കൻ സാന്നിധ്യം ഇറാന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മറ്റൊരു വാർത്ത വരുന്നത് US പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡൻ, അതായത് ഇപ്പോൾ അദ്ദേഹം ഒഴിയാനായിട്ട് പോവുകയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഡൊണാൾഡ് ട്രംപ് ആണ് US പ്രസിഡന്റായിട്ട് വരാൻ പോകുന്നത്. ജനുവരി 20 പുള്ളി US പ്രസിഡന്റായിട്ട് വരും. അതിന് മുമ്പ് ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡൻ, അദ്ദേഹം ഇപ്പോൾ നെതന്യാഹുവുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നെതന്യാഹുവുമായിട്ട് ഈ ഒരു ജോ ബൈഡൻ സംസാരിച്ചിരിക്കുന്നത്. അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് വല്ല സീസ് ഫയറോ കാര്യങ്ങളോ വരുമോ എന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ഇസ്രയേലികൾ ട്രംപിൻ്റെ വിജയത്തെ വളരെ വലിയൊരു സാധ്യതയായി കാണുന്നു എന്ന രീതിയിലും വാർത്ത വരുന്നുണ്ട്. അതായത് കൂടുതൽ പ്രദേശങ്ങൾ കയ്യേറാനായിട്ട് ഇതൊരു കാരണമായി തീരുമോ എന്ന രീതിയിലും ആശങ്ക ചില ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതായത് ഇസ്രയേലിലേക്ക് ട്രംപിൻ്റെ പുതിയ ഒരു അംബാസഡറായിട്ട് വന്നൊരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് എന്ന് പറയുന്നത് മൈക്ക് ഹഗാബി എന്നാണ്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ഇയാൾ പറയുന്നത് വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രയേലിൻ്റെ അവകാശങ്ങൾക്ക് ഇദ്ദേഹം പിന്തുണ കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മളൊന്ന് കൂട്ടി വായിച്ച് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പക്ഷേ ഇനി ട്രംപ് വരാൻ നേരത്ത് കാര്യങ്ങൾ അത്ര കണ്ട് അനുകൂലമായിരിക്കില്ല എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നൊരു വ്യക്തി, അദ്ദേഹം ഇറാനിലെ ജയിലിൽ മരണപ്പെട്ടു എന്ന രീതിയിലാണ് ഒരു വാർത്ത വരുന്നത്. ചാരവൃത്തി ആരോപിച്ചായിരുന്നു ഈ ഒരു സ്വിസ് പൗരനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇയാളുടെ ഐഡന്റിറ്റി എന്താണ് പേര്, കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. മറ്റൊരു വാർത്ത വരുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. അതായത് ട്രംപ് നെതന്യാഹുവിനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ, ലിറ്ററലി തെറി വിളിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ. അതിൻ്റെ പേരാണ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇതിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ ഒരു പ്രൊഫസറുണ്ട്, അതായത് ജാഫ്രി സാച്ചസ്. അതായത് നെതന്യാഹു US-ന്റെ ഫോറിൻ പോളിസി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഒരു വാറ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് നെതന്യാഹു ആണെന്നും അത് തീർച്ചയായിട്ടും US-നാണ് അതിൻ്റെ ബാധ്യത മുഴുവൻ വരുന്നത് എന്ന രീതിയിലുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് US ഇതിൻ്റെ അകത്ത് ഈ ഒരു വാറിൻ്റെ അകത്ത് തന്നെ നിരവധി പൈസയാണ് മുടക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു തെറിവിളിയുടെ ഒരു ഇത് വരുന്നത്. ലിറ്ററലി ഞാനതിവിടെ പറയുന്നില്ല. ഡീപ് ഡാർക്ക് സൺ ഓഫ് ബീപ് 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു വീഡിയോയാണ് ഈ ട്രംപ് ഷെയർ ചെയ്തിരിക്കുന്നത്.
എന്നിരുന്നാലും ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകൾ. അപ്പം നന്ദി, അടുത്ത പ്രാവശ്യം കാണാം.